സാർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഹയർ സ്റ്റഡീസ് പറഞ്ഞു. പക്ഷെ അതിലേക്ക് എത്താനായിട്ട് ചെറുതായിട്ടും കൂടി ഒന്ന് പറഞ്ഞാൽ, കാരണം നമ്മുടെ ഇവിടെ പഠിക്കുന്ന മക്കള് ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എന്താണെന്നുള്ളത് അത് എവിടെ അന്വേഷിക്കണം, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ. ഓക്കെ, എങ്ങോട്ടൊക്കെ എത്തണം എന്നുള്ളതാണ്. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില ഏരിയകൾ പറയാം. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങളിപ്പോൾ ലോകോത്തര യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണെങ്കിൽ ആരോടും അന്വേഷിക്കേണ്ടതില്ല. നിങ്ങൾ നേരെ ChatGPT കയറുക. പ്രത്യേകിച്ച് പ്രൈം നിങ്ങളെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറുക. നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ തന്നെ ഇതിൻ്റെ സ്റ്റെപ്സ് കാണാൻ പറ്റും. മനസ്സിലായോ? അഡ്മിഷൻ ടെസ്റ്റ് എന്ന് എഴുതിയിട്ട് നേരെ നിങ്ങൾ കാംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് ഏതാ വേണ്ടത് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ പെഡഗോഗി അടിച്ചു കൊടുക്കുക. അവരെന്നെ നെറ്റിലൂടെ വരും. നിങ്ങൾക്ക് തന്നെ നെറ്റിലൂടെ കയറി പോയിട്ട് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ എഴുതാൻ ചിലപ്പോൾ ചില ഫീസുകൾ ഉണ്ടാവും ടെസ്റ്റിനുള്ള. അത് അടച്ചു കൊടുക്കുക, എഴുതുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാലിബ്രൻസ് ഇതാക്കണം. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ചോദിക്കും. നിങ്ങളുടെ വെബ്സൈറ്റ്, ഇതിൽ സ്വന്തം വെബ്സൈറ്റ് ഉള്ളവരാരൊക്കെയാ? കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അഡ്മിഷൻ, ടോപ്പ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ. ഞാനൊരു കുട്ടിനോട് പറഞ്ഞു, അവ ഇതിൽ പോയി ഒരുപാട് സൈറ്റിലേക്ക് പോയി കയറിപ്പോയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂവിന് ചെന്ന് അവനോട് ഫസ്റ്റ് ചോദിച്ചത് പേഴ്സണൽ വെബ്സൈറ്റാണ്. അപ്പോൾ ആ കുട്ടി വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടേ ഇല്ല. അതാണ് ഇവിടെ ഇപ്പോൾ ആരും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയ സാധനമല്ല, വെബ്സൈറ്റാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായി? അതാണ് പ്രൊഫഷണൽ രീതിയിൽ ലോകം നോക്കുന്നത്. നമ്മുടെ ഓൺ വെബ്സൈറ്റ് ആ ഒരു രീതിയിലുള്ളതൊക്കെ ഉണ്ടാക്കി, അവരുണ്ടാക്കാൻ പറഞ്ഞൊക്കെ ഉണ്ടാക്കി അങ്ങനെ കയറിപ്പോവാം. നയാ പൈസ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ടൊക്കെ ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ ഈ IIM കോഴ്സ് ഉണ്ട്. IIM നിങ്ങൾക്ക് ഡയറക്റ്റ് പോകണമെങ്കിൽ CAT എന്ന് പറയുന്ന എക്സാം എഴുതണം. അറിയാമല്ലോ, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ലെവലിൽ പോവാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഞാൻ കോഴ്സ് എഴുതിയിരുന്നു. എന്താണ് കുറച്ച് മാനേജർ എക്സ്പീരിയൻസോ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് IIM നമുക്ക് കയറിപ്പോവാം. ഇനി അതല്ല, ചില കുട്ടികൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് വരും. അത് നിങ്ങൾ നെറ്റിൽ കയറിയാൽ മതി. അതിൻ്റെ ഡേറ്റ് ഒക്കെ നോക്കിയാൽ മതി. ടോട്ടൽ ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഞാനൊരു ചെറിയ എക്സാമ്പിളും കൂടി പറയാണ്. എൻ്റെ അയൽവാസിയായ ഒരു കുട്ടി, മുസ്തഫ എന്നവൻ്റെ പേര്, മുസ്തഫ KT എന്ന് പറയും. അവൻ എൻ്റെ അടുത്ത് വന്നു. അവൻ തീരെ മാർക്ക് ഉണ്ടായിരുന്നില്ല. അവൻ ലോക്കൽ സെൻറ്ററിൽ +2 പോയി, അതായത് സാധാ പ്രൈവറ്റ് സെൻറ്ററിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, ഫറൂഖ് കോളേജിൽ പോകാനുള്ള മാർക്ക് എടുക്കണം +2. SSLC ജസ്റ്റ് മാർക്കേ ഉള്ളൂ. അവൻ പറഞ്ഞു, ഞാനോ ഫറൂഖ് കോളേജ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ടോപ്പ് കോളേജാണ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ടോപ്പ് കോളേജാണ് ഫറൂഖ് കോളേജ്. ഫറൂഖ് കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിച്ചു. അവസാനം അവൻ മാർക്കൊക്കെ എടുത്ത് ഫറൂഖ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഫറൂഖ് കോളേജിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി. എവിടെ? നമ്മുടെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അതും നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി 2500 ഏക്കറിൽ നിൽക്കുന്ന ഒരു അപാര യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. അവിടെ പോയി അവിടുന്ന് പിന്നെ PG കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞു. ഡോക്ടർ KT മുസ്തഫയായിട്ട് പുറത്തിറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവനെ എവിടാന്നറിയോ? ഇപ്പോൾ ഈ KT മുസ്തഫയെ കുറേ കാലം മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഞാനോ സാറേ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിച്ചില്ലേ മാർക്കില്ലാത്തതിൻ്റെ പേരിൽ, അവനെ ഇന്ന് നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും. ഫറൂഖ് കോളേജിലെ സീനിയർ ലെക്ചററാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ ചിലപ്പോൾ കിനാവ് കണ്ട് അങ്ങനെയാണ് പോയിന്ന് വരും. അതുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റ് വരുമ്പോൾ അത് എഴുതണം. അപ്പോൾ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടും. പലയിടത്തും കിട്ടും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അതല്ല, ചില കുട്ടികൾക്ക് തോന്നുകയാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പിലേക്ക് എത്തണം. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ അവിടുത്തെ ടോപ്പ് ക്യാമ്പസിലേക്ക് പോകണം. ഈ വിദേശ രാജ്യത്ത് നിങ്ങൾ പോകാൻ വേണ്ടി പറയല്ല, രാജ്യത്ത് 3-4 ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ബ്രിക്സ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഓക്സ്ഫോർഡും കാംബ്രിഡ്ജൊക്കെ അതിൽ വരുന്നതാണ്. കിട്ടാൻ നല്ല പണിയാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ക്യാമ്പസുകളുണ്ട്. അത്തരം ക്യാമ്പസുകൾ പേര് റസൽസ് യൂണിവേഴ്സിറ്റീസ് എന്നാണ്. റസൽസ് എന്ന് പറഞ്ഞാൽ റസൽസ് ലിസ്റ്റിലുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അതന്നെ കിട്ടണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും പ്രൈവറ്റ് ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകരുത്. അത് വെറുതെയാണ്. അവിടെ പോയിട്ട് വെറുതെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോരേണ്ടി വരും. UK ആണ് US ആണെന്നും പറഞ്ഞാണ് പോകണ്ട. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെങ്കിലും എത്തണം. അപ്പോൾ നമ്മളെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും പറഞ്ഞു, ഞാൻ പറഞ്ഞു ലോകത്തിലെ യൂണിവേഴ്സിറ്റീസും പറഞ്ഞു. ഇനി ചില രാജ്യത്തിലുണ്ട്, ജർമ്മനി ഉദാഹരണത്തിന് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ജർമ്മനി പഠിക്കാം. ഫ്രാൻസിൽ ചില യൂണിവേഴ്സിറ്റി അങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെയൊക്കെ പോകാൻ പറ്റും. അവിടെയൊക്കെ നല്ല യശസ്സോടെ. ഇപ്പോൾ എനിക്ക് ഒരുപാട് വിദ്യാർത്ഥി, ഞാൻ പറഞ്ഞല്ലോ 500-ലേറെ വിദ്യാർത്ഥികൾ എനിക്ക് UK യിലുണ്ട്. എൻ്റെ കയ്യിലൂടെ പോയിട്ടുള്ള കുട്ടികൾ. എനിക്ക് എൻ്റെ ഏജൻസി ഒന്നുമില്ല കേട്ടോ. ഞാൻ ആരെ കയ്യിൽ നിന്ന് 1000 രൂപ പോലും വാങ്ങിയിട്ടില്ല. ഒരുപാട് കുട്ടികൾ അവിടെ ഉയർന്ന തലത്തിലുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ ക്യാമ്പസുകളിലുണ്ട്. ഇപ്പോൾ എൻ്റെ മോൻ പോകാൻ നിൽക്കുന്നത് LSE-യിലേക്കാണ്. ഞാൻ പറഞ്ഞ എൻ്റെ മോന് പോകാൻ നിൽക്കുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സാധനം കിട്ടുമോ എന്ന് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ശ്രമിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ റിസർച്ചിലേക്ക് PhD വലിയൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് അതിൻ്റെ രീതിയിലേക്ക് പോവാം. അതേപോലെ നെറ്റ് എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ PG കഴിഞ്ഞിട്ട് നെറ്റ് എഴുതിയാൽ പിന്നെ
നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അത് കഴിഞ്ഞാൽ കോളേജ് ലെക്ചർഷിപ്പിലേക്ക് പോകാം. ഇതൊക്കെ നിങ്ങൾ ആരോടും ചോദിക്കണം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ ചോദിച്ചിട്ട് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരോട് ചോദിച്ചോ, കരിയർ എക്സ്പേർട്സിനോട്. അതല്ല എങ്കിൽ നിങ്ങൾ നെറ്റ് കയറിയാൽ തന്നെ ഇതിന് മറുപടികൾ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പോയി, അല്ലാതെ വെറുതെ എവിടെയെങ്കിലും പോയിട്ട് അടിഞ്ഞു കൂടാതിരിക്കുന്നെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇപ്പം അതിൻ്റെ മറുപടി കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? കിട്ടിയോ? ഓക്കെ, ശരി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാണ്, ഇപ്പം ഈ കുട്ടികളോടൊക്കെ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ നന്നായിട്ട് പഠിക്കണം തോന്നുകയാണ്, ഒരു രാജ്യത്തെത്തിയിട്ട് ടോപ്പ്, അതിൽ ഏറ്റവും ടോപ്പ് ഒരു യൂണിവേഴ്സിറ്റി ഖത്തർ യൂണിവേഴ്സിറ്റി നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കണം. ഖത്തർ യൂണിവേഴ്സിറ്റി കിട്ടിയിട്ട് അതിൽ PG കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഓരോ രാജ്യത്തേക്കും നിങ്ങൾ എന്താക്കും, അംബാസഡേഴ്സായിട്ട് വെക്കും. ഒരു വേറൊരു കാര്യത്തിന് 25,000 ദിർഹമെങ്കിലും അവർ സാലറി, 25,000 ദിർഹം എന്നാണ് 6 ലക്ഷം രൂപയാണ് കേട്ടോ, മിനിമം സാലറി അവർ തരും. അതാണ് ഖത്തർ യൂണിവേഴ്സിറ്റി. ഇനി അതല്ല, ചിലർക്ക് ഷാർജ യൂണിവേഴ്സിറ്റി പോകണം. ഇപ്പോൾ എൻ്റെ മോളിപ്പോൾ പോകാൻ നിൽക്കുന്ന ഷാർജ യൂണിവേഴ്സിറ്റി മാസത്തിൽ പൈസ ഇങ്ങോട്ട് തരും. മന്ത്ലി നിങ്ങൾ ടെസ്റ്റ് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 35,000, 40,000, 50,000 രൂപ വരെ മാസത്തിൽ ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തരും. പഠിക്കാൻ ഒരു ചിലവില്ല. അത്രയും യൂണിവേഴ്സിറ്റിയാണ് അത്. അതേപോലെ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി ഉണ്ട്, മദീന യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ തന്നെ മാർക്ക്ഫീൽഡ് യൂണിവേഴ്സിറ്റി UK, അതേപോലെ തന്നെ റിസർച്ചിനുള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടത്തേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു നയ പൈസൻ്റെയും ചിലവില്ല. ടിക്കറ്റ് വരെ അവർ അയച്ചു തരുന്നിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒക്കെ ടെസ്റ്റുകൾ കയറിയിട്ട് എന്താക്കണം, നിങ്ങൾ പോകണം. അതിൽ എസ്പെഷ്യലി ഞാൻ പറയാണ്, എനിക്കറിയാവുന്ന ഇപ്പോൾ 2 കുട്ടികൾ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു. ഇതിലുണ്ട് അവരുടെ വീഡിയോ. മലയാളി കുട്ടികളാണെന്ന് തന്നെ തോന്നില്ല, അത്ര ടോപ്പ് ലാംഗ്വേജ് അറബിയിലും ഇംഗ്ലീഷിലൊക്കെ. അവർ 2 പേരും ഇപ്പോൾ ടോപ്പ് റേഞ്ചിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നു. അവർക്ക് ഇപ്പോൾ കിട്ടുന്നത് 50,000 ദിർഹമൊക്കെ വീതമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ 12.5 ലക്ഷം റുപ്യയായി ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന സാധനം ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, ഇനി ചില കുട്ടികൾക്ക് തോന്നുകയാണ് പഠിത്തം അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, പ്രാക്ടിക്കലി ചിന്തിക്കണ്ടേ. സാറേ ഇപ്പോൾ ഞങ്ങളെ കല്യാണമൊക്കെ കഴിയും, ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് പോകും, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് പറയുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളുണ്ട്. ആ കോഴ്സിൽപ്പെട്ട AI ആയാലും അതായതൊക്കെ അത്തരം കോഴ്സുകൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റും. പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് പറയുന്നത്. കമ്പനികളൊക്കെ ഇനി വലിയ വലിയ ഓഫീസുകളൊക്കെ പൂട്ടാൻ പോവാണ്. ഇപ്പോൾ ഗൂഗിളിൻ്റെ എല്ലാറ്റിനെയും പൂട്ടിക്കൊണ്ടിരിക്കുക, ആൾക്കാരൊക്കെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക. 5,000 ആൾക്കാരൊക്കെ പിരിച്ചുവിടണം. നീ എന്താ ചെയ്യുന്നതെന്നറിയോ? വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വർക്ക് അറ്റ് ഹോം. വർക്ക് അറ്റ് ഹോം എന്ന് നമ്മളാ പറയാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് അറ്റ് ഹോം, കമ്പനി പറയൽ വർക്ക് ഫ്രം ഹോം എന്നാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോമിനാണ് ഇപ്പോൾ കമ്പനി. അപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കും ഓഫീസ്, വീട്ടിൽ നിന്നിട്ടാണ് ജോലി ചെയ്യേണ്ടത്. നിങ്ങൾ അടുക്കളപ്പണിയും കുട്ടികളെ നോക്കുക, അതിൻ്റെ ഇടയിൽ 2 മണിക്കൂർ മാത്രം. എനിക്കറിയാവുന്ന 2-3 പെൺകുട്ടികളുണ്ട് മലബാർ ഭാഗത്തുള്ള. അവരിപ്പോൾ അങ്ങനെ എന്നോട് ചോദിച്ചു, കാരണം അവർ ലൈഫൊക്കെ ആകെ കൊളായ ആൾക്കാരാണ്, ഭർത്താവ് ഒഴിവാക്കിയ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, ആ കുട്ടിയിൽ ഇപ്പോൾ ഒരു കുട്ടി 50,000 രൂപ ഇപ്പോൾ മാസത്തിൽ വെറും 2 മണിക്കൂറേ ഡെയിലി എന്താകുന്നുള്ളൂ, ഇതാകുന്നുള്ളൂ. ഇതേപോലെ ടീച്ചിങ് സ്കില്ലുള്ള, ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എക്സ്ട്രാ ടീച്ചിങ്ങിനുള്ള 2 മണിക്കൂറൊക്കെ കൊടുക്കാം ഓൺലൈൻ ടീച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ. ഇങ്ങനെ ഒരുപാട് ജോബൊക്കെ വീട്ടിലേക്ക് വരാൻ പോവാൻ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്താക്കണ്ട, കല്യാണം വേണമെങ്കിൽ കഴിച്ചോളൊക്കെ ചെയ്തോളൂ, പക്ഷെ ജോബ് എന്ന് പറയുന്ന സാധനം ഒന്നും അസ്തമിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഔട്ട്സോഴ്സിംഗ് ആയിട്ട് വരാൻ പോവാണ്. ഓഫീസുകളൊക്കെ പിരിച്ചുവിട്ടിട്ട് ഇനി എന്താകാൻ പോവുക, അപ്പോൾ ലുലു അല്ലെങ്കിൽ നെസ്റ്റോ ഈ സാധനങ്ങളൊക്കെ ഇനി പൂട്ടിക്കിടക്കും. അതൊക്കെ വെറും സ്റ്റോറേജ് ആയിട്ട് മാറും. എല്ലാവർക്കും വീട്ടിലേക്ക് ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, മീഷോയിലൂടെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങണത് ആണോ അല്ലേ? ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ വൈഫും കുട്ടികളും പറഞ്ഞ് വെറുതെ നമ്മൾ സുഡിയോയിലൊന്ന് കയറിയൊക്കെ ഒരു പ്രോഗ്രാമിന് പോയതാണ് കോഴിക്കോട്ടേക്ക്. സുഡിയോ കയറി, ഞാൻ സുഡിയോൻ്റെ പരസ്യം പറയില്ല കേട്ടോ. അവിടെ എന്താ തന്നെ കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾക്ക് 256 റുപ്യ 300 റുപ്യക്കൊക്കെ ഈ സാധനം കുറച്ചും കൂടി വില കുറച്ചിട്ട് നിങ്ങൾക്ക് മീഷോയിലൂടെ കിട്ടും. അപ്പോൾ ഈ മീഷോയിൽ നിങ്ങൾക്ക് സ്റ്റാഫാകാൻ പറ്റും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ വഴികളൊക്കെ സെർച്ച് ചെയ്തിട്ട് എന്താക്കുക, നിങ്ങൾ ചെയ്യുക. ലോകത്തിലെ വ്യത്യസ്തമായ കമ്പനികൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് സ്റ്റാഫാകാൻ പറ്റും. മനസ്സിലായോ? അതിനൊക്കെ സ്കില്ലാണ് വേണ്ടത്. നിങ്ങളെ എന്തല്ല സർട്ടിഫിക്കറ്റിൽ മാർക്ക് മാത്രമല്ല, അത് നിങ്ങൾ ഉണ്ടാക്കിക്കോളിൻ, പക്ഷെ അതിലേറെ സ്കില്ലുകളായിരിക്കണം ഉണ്ടാക്കേണ്ടത് എന്ന് പറയാം. പഠിത്തം ഒരിക്കലും എന്താക്കേണ്ട ഒരു വേസ്റ്റായിട്ട് നിങ്ങൾ കാണരുത്. ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞാൽ തന്നെ ഒരു വിലയുള്ളൂ. അല്ലാതെ നിങ്ങളൊരു 6 മാസത്തെ കോഴ്സും കഴിഞ്ഞാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡിഗ്രിയും PG ഞാൻ എൻ്റെ മക്കളോട് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. 5 മക്കളെ എനിക്കുള്ളൂ. 5 ആളോട് പറഞ്ഞു, PG കഴിയാതെ നിങ്ങൾ പഠിത്തമേ നിർത്തരുത്. അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ചിലർക്ക് ഡിഗ്രി കഴിഞ്ഞാൽ നിർത്തണം എന്നുണ്ടാവും, PG കഴിഞ്ഞാൽ PG കഴിയുമ്പോൾ ഞാൻ പറയും ഇനി റിസർച്ച് ചെയ്യാതെ നിങ്ങൾ നിർത്തരുത് എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, PG കഴിയാതെ നിങ്ങൾ നിർത്തരുത് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തീരുമാനിക്കുക PG കഴിയാതെ നിർത്തരുതെന്ന്. അതിനിടയ്ക്ക് ലൈഫ് സെറ്റ് ചെയ്താക്കൂ. നിങ്ങൾ വിവാഹം കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ. അതിൻ്റെ ഇടയിലൊക്കെ പഠിക്കുകയും ചെയ്യാം, ജോലി ചെയ്യുകയും ചെയ്യാം, ഒക്കെ ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടയാക്കുകയും ചെയ്യും. കുട്ടിക്ക് വാശിയാണ്, എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒന്നും ചോദ്യങ്ങളൊന്നും ഇല്ലല്ലേ? ഉമ്മ കുറച്ച് പ്രശ്നക്കാരിയാണ്, സാറേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനൊന്നുമില്ല. ഇവരൊക്കെ പാവങ്ങളല്ല ഉമ്മാരും അമ്മമാരൊക്കെ. പിന്നെ അവർക്ക് ചിലപ്പോൾ ഡിപ്ലോമാറ്റിക്കലി പെരുമാറാൻ അറിയില്ല, അവർക്ക് ഇമോഷണലി പെരുമാറാനേ അറിയുള്ളൂ. ഇമോഷൻ്റെ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചൂടാവും. ടീച്ചേഴ്സ് പോലും അല്ലേ, ഇമോഷൻ്റെ വരുമ്പോൾ ചിലപ്പോൾ ചൂടായി തരും. ഓക്കെ,
നിങ്ങളൊക്കെ ഈ ടീച്ചേഴ്സൊക്കെ ചെറുപ്പം ചെറുതായിട്ടൊന്ന് ചിലപ്പോൾ ഒന്ന് അടിക്കുകയോ ഒന്ന് ചീത്തറയോ ചെയ്യും ടീച്ചേഴ്സ്, സ്വാഭാവികമാണ്. അപ്പം നിങ്ങൾക്കൊരു ദേഷ്യം തോന്നും. പക്ഷേ സത്യത്തിൽ ഈ ലൈല മജ്നുവിൻ്റെ കഥ, ഉസ്താദ്മാരെ ക്ഷമിക്കാൻ ടൈമിലേക്ക് കഥ പറഞ്ഞെടുക്കുകയാണ്. ലൈല മജ്നുവിൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. ലൈലയും മജ്നുവും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. മജ്നൂൻ എന്നല്ല പേര്, എന്താ പേര്? കൈസ് എന്നാണ്. പക്ഷേ കൈസ് എന്ന് പറയുന്ന രാജകുമാരൻ കൊട്ടാരത്തിൽ ഇങ്ങനെ വന്നിട്ട് കഞ്ഞിക്ക് കാത്തു നിൽക്കും. അദ്ദേഹം യാചകനാണ്. ലൈല കൊട്ടാരത്തിലെ റാണിയാണ്. ആണ്ട് പിന്നെ ലൈല ഇങ്ങനെ വന്ന് നോക്കും. മജ്നൂൻ ഇങ്ങനെ ബർത്തൻ എന്ന പാത്രത്തിന് പറയാം. ആ ബർത്തനും കണ്ട് ആയി കഞ്ഞി പാരാൻ നേരത്തെ ബർത്തനും കണ്ട് വാങ്ങും, ഒരൊറ്റ ഏറേണ്ടത്. എന്നിട്ട് പാവം മജ്നൂൻ പോയിട്ട് ആ പാത്രം എടുത്തിട്ട് പിന്നെയും ഈ ക്യൂവിൻ്റെ പിന്നിൽ വന്ന് നിൽക്കും. പിന്നെ മുന്നിൽ നിൽക്കാൻ പറ്റൂല. എന്നിട്ട് ഇങ്ങനെ 500-600 ആൾക്കാർ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കഞ്ഞി വാങ്ങാൻ നേരത്തെ ലൈല ഓടി വരും, പാത്രം എടുക്കും, എറിയും. മനസ്സിലായോ? അങ്ങനെ 3-4 പ്രാവശ്യം ആക്കിയപ്പോൾ മജ്നൂൻ ചോദിച്ചു ലൈലയോട്, ലൈല ഇത്ര ദേഷ്യമാണോ എന്നോട് ഇത്ര ഇഷ്ടമില്ലായ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ ലൈല കൊടുത്തൊരു മറുപടിയുണ്ട്. നീ കഞ്ഞി വാങ്ങിച്ചങ്ങോട്ട് പോയാൽ പിന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ എറിയുന്നത്. അപ്പം നീ പിന്നെയും വന്ന് നിന്നാൽ കുറേ നേരം കാണാമല്ലോ എന്നാണ്. അതുകൊണ്ട് ഈ ടീച്ചേഴ്സൊക്കെ നിങ്ങൾ അടിക്കുന്നതും വഴക്കറിനതൊക്കെ മജ്നൂൻക്ക് ബർത്തൻ തരാ, മജ്നുവിൻ്റെ ബർത്തൻ പോലെയാണ്. ഒരിക്കലും ഒരു ദേഷ്യപ്പെട്ടിട്ടാന്ന് വിചാരിക്കണ്ട. നിങ്ങളിങ്ങനെ ഉയരണം, സ്നേഹത്തിലെത്തണം, ഭയങ്കരമായിട്ട് ഉഷാറാകണം എന്ന് വിചാരിച്ച് ഇടക്കൊന്ന് വഴക്കറി, ഇടക്കൊന്ന് പുറത്താക്കും. അതാണ് ടീച്ചേഴ്സിന്. ഞാനൊരു ടീച്ചറായതുകൊണ്ട് പറയാൻ, ഞാനായിരുന്നു, ഇപ്പം അതിന് നിൽക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ ടീച്ചിങ് പരിപാടി. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ടീച്ചേഴ്സിനെ അങ്ങനെ ആദരിക്കുക. നമ്മൾ ഉമ്മാരും അച്ഛന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇമോഷണലി പെരുമാറാൻ അവർക്ക് അറിയുള്ളൂ. ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവരൊക്കെ ഇടയ്ക്ക് വന്ന് കാണുന്ന ഒരാളാണ്. കുഞ്ഞാലി സാഹിബ് ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ നമ്മളെ മിനിസ്റ്ററൊക്കെ ആയിരുന്നല്ലോ, അദ്ദേഹം ഇങ്ങനെ ഇരുന്നിട്ട് 2 മിനിറ്റ് ഉണ്ടായാൽ അദ്ദേഹം തന്നെ എണീക്കും. എന്നിട്ട് പറയും എന്നായിക്കോട്ടെ ഇട്ടാന്നേരം. എന്തൊരു ഡിപ്ലോമസി, അതായത് അധികം ഇരിക്കണ്ടെന്നർത്ഥം. മനസ്സിലായ ഡിപ്ലോമസിയാണ്. നേരെ മറിച്ചിട്ട് ഇമോഷണലി ആയ ആൾക്കാർ എന്ത് ചെയ്യും? 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇരുന്ന് അങ്ങനെ പറയും. അപ്പോൾ വേറുള്ളവരൊക്കെ കാത്തുക്കുന്നുണ്ടാവും. അവിടെ ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറിയ പാവങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളോട് നല്ല രീതിയിൽ നിൽക്കാനും നിങ്ങളെ സോപ്പിടാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നാലെ അടക്കാനൊന്നും പാവ രക്ഷിതാക്കൾക്ക് അതൊക്കെ നിഷ്കളങ്കമായിട്ട് സ്നേഹിക്കാൻ അറിയുള്ളൂ. ആ സ്നേഹത്തിൽ ഈർഷ്യ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, ഒറ്റപ്പെടുത്തലുണ്ടാവും. ചിലപ്പോൾ ഭക്ഷണം ശരിയായില്ലെങ്കിൽ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ പഠിക്കാൻ പോയില്ലെങ്കിൽ കുറ്റപ്പെടുത്തും. അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി, വേറൊന്നായിട്ട് നിങ്ങൾ കാണണ്ട. പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത് മതമൂല്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകുക എന്നുള്ളതാണ്. ഒരിക്കലും അതിൽ നിന്ന് നിങ്ങൾ എന്താകരുത്, പിന്മാറരുത്. അതിനിങ്ങനെ മെല്ലതാവും. ഞാൻ പറഞ്ഞല്ലോ, ഹൈന്ദവരായ ആൾക്കാർ അവരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചോളൂ, ക്രിസ്ത്യൻ ജനത അവരുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചോളൂ. മുസ്ലിം കുട്ടികളോട് ഞാൻ പറയാം, 5 വക്ത നിസ്കാരത്തിൽ നിങ്ങൾ ഒരിക്കലും എന്താകരുത്, അതൊരു ഭയങ്കര പ്രാക്ടീസിങ് ആണ്. അതിങ്ങനെ നിലത്ത് ഇങ്ങനെ തല ഇങ്ങനെ വെച്ചുകൊണ്ട് ഏകഛത്രാധിപതിയായ ദൈവത്തോട് പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് അവരുടെ പ്രാർത്ഥന ഉണ്ട്, അവർക്കൊക്കെ അത് കിട്ടുന്നുണ്ടാവും. ഞാൻ പറയുന്ന ആ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരുപാട് ഓക്സിറ്റോസിനും ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മൾ ഒറ്റപ്പെടുന്നില്ല എന്നൊരവസ്ഥ വരുന്നുണ്ട്. നമുക്ക് ഏത് തീവ്ര ദുഃഖം വന്നാലും ആ ഒരു കിടക്കലിൽ എല്ലാം മാറുന്നു എന്നല്ല, നമ്മൾ മെൻ്റലി ഉള്ള ഡിപ്രഷനും എല്ലാം നമുക്ക് മാറും. അതുകൊണ്ട് അത് ഇവിടത്തേക്ക് മാത്രമുള്ളതല്ല, നാളത്തേക്കുള്ളതാണ്, നാളത്തേക്ക് മാത്രമുള്ളതല്ല, ഇവിടത്തേക്കുള്ളതാണ്. അതൊക്കെ പാലിച്ചുകൊണ്ട് എന്തായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകണം. ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു.